അപ്പോൾ നമുക്ക് ഇന്ന് സിംഗപ്പൂർ ഹോട്ടലിൽ കിട്ടിയ കോംപ്ലിമെന്ററി ഫുഡൊക്കെ നോക്കാം. കുഞ്ഞു കുഞ്ഞു വ്യത്യാസം ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സെയിം തന്നെയായിരുന്നു. പുഴുങ്ങിയ മുട്ട എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഇന്ന് വെജസ് ആണെങ്കിൽ നാളെ ഫ്രഞ്ച് ഫ്രൈസ്, ഹാഷ് ബ്രൗൺസ് അങ്ങനെ മാറി മാറി വരും. ഇത് ആപ്പത്തിനും ബ്രെഡിലും കൂടെ ഇഡ്ലി ബോൾ ഉണ്ടായ ഒരു മുതലാണ്. സംഭവം ഒരു വികാരം ഉണ്ടായിരുന്നില്ല. ഇത് നൂഡിൽസ് ആണെന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കേട്ടോ. ഇത് റെഡ് ബീൻസ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു. ഒരു ഓക്കെ സാധനം അത്രയേ ഉള്ളൂ. ഇത് ബട്ടർ കോൺ, നമ്മുടെ സ്വന്തം സ്വീറ്റ് കോൺ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്, കുറച്ച് ഉപ്പും എരിവൊക്കെ ഇട്ടാണെങ്കിൽ നന്നായേനെ. പിന്നെ അടുത്തത് ചിക്കൻ വിത്ത് പെപ്പർ സോസ് എന്നൊക്കെ പറയുന്ന സാധനം. അത് പറയുമ്പോൾ ഗുമ്മുണ്ടെങ്കിലും വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ല. ഇത് ചിക്കൻ ഹാം. കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നിയൊന്നുമില്ല. ഞാൻ പിന്നെ കഴിക്കണ്ടേ കുഞ്ഞു തുണ്ട് കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ പീനട്ട് പോറിച്ച്, നിലക്കടല കഞ്ഞി. നിലക്കടല ഫ്ലേവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് സെയിം ഒരു കഞ്ഞി പോലെ വന്നപ്പോൾ ഞാൻ അത്യാവശ്യം കഴിച്ചായിരുന്നു. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതൊക്കെയായിരുന്നു. ഇത് കോൺഫ്ലേക്സ്, പാല് നമ്മുടെ അവിടെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി അവർ ഇഡ്ഡലിയും സാമ്പാറൊക്കെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. സാമ്പാറൊന്നും വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. പക്ഷെ അവിടെ സമൂസ അത് എടുത്ത് പറയണം, അത് നമ്മുടെ ടേസ്റ്റിന് ഓൾമോസ്റ്റ് അടുത്ത് വന്നായിരുന്നു. കുഞ്ഞ് കഴിഞ്ഞ് അവർക്ക് കൊടുക്കും. പിന്നെ ചായ, കാപ്പി, ബ്രെഡ്, ടോസ്റ്റ്, ക്രോസൻ, അത് നമ്മുടെ അവിടെ ഉള്ള പോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു ഫുഡിനും ഒരു വികാരമില്ല. ഉപ്പില്ല, മുളകില്ല, എരിവില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കഴിച്ച ഒരു ഫുഡും അങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചൊന്നും പറയാൻ പറ്റില്ല. ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് വായിൽ വെക്കാൻ കൊള്ളാത്ത കുറേ ടൈപ്പ് ഫുഡുകൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിംഗപ്പൂർ പോകാൻ ട്രൈ ചെയ്യുക, പറയാം കേട്ടോ.